ബ്രേക്ക്ഫാസ്റ്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിലുള്ള ഒരു ഉപ്മ ഉണ്ടാക്കാം. അതായത് നമുക്ക് റവയിലല്ല ഉണ്ടാക്കുന്നത്, നമുക്ക് സേമിയയിലാണ് ഉണ്ടാക്കുന്നത്. വമസലി ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു 5-10 മിനിറ്റ് മതിയാകും നിങ്ങൾക്ക്. അത്രയ്ക്കും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. ഞാനിപ്പോൾ അതിനായിട്ട് ഒരു പാക്കറ്റ് വമസലി എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ പാസ്ത എന്നും പറയും. അതായത് ഇത് വീറ്റിലുള്ളതാണ്, വീറ്റ് വമസലിയാണ്. ഇതിൻ്റെ വെയിറ്റ് ആണെങ്കിൽ 400 ഗ്രാംസ് ആണ്. നിങ്ങൾ കാണുന്നുണ്ട് 400 ഗ്രാംസ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹാഫാണ് ഇപ്പോൾ എടുക്കാൻ പോണത്. 200 ഗ്രാംസ് ആണ് എടുക്കാൻ പോണത്. അപ്പം ഇത് വറുക്കാത്തതാണ്, നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഞാൻ ഇപ്പോൾ 200 ഗ്രാംസ് എടുത്ത് കാണിക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് 1 ടീസ്പൂൺ ഓയിൽ എടുത്താൽ മതിയാകും. ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ട് നമുക്കിതിൽ വമസലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. ഇവിടെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ എളുപ്പത്തിലാകാനായിട്ട് ഇവിടെ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഉടനെ തന്നെ അതിലെടുത്ത് ഇടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പണി എളുപ്പമാകും, അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിച്ച് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അളവ് കുറച്ച് വേണമെങ്കിൽ കുറച്ച് മതിയാകും. ഇത് കുക്കാവുമ്പോൾ നമുക്ക് നിറയെ കിട്ടും. നിങ്ങൾ ആവശ്യത്തിന് ഇട്ടേക്കുക. നമുക്ക് വെജിറ്റബിൾസ് കൂടെ ഇടുമ്പോൾ അഗെയിൻ കുറച്ച് കൂടുതൽ വരും. ഇത് വീറ്റ് വമസലിയാണ്, അതുകൊണ്ട് നമുക്ക് നല്ല ഹെൽത്തിയാണ്. കൂടുതൽ വെജിറ്റബിൾസൊക്കെ ഇടുന്നതുകൊണ്ട് കുട്ടികളും ഇഷ്ടപ്പെട്ട് കഴിക്കും. കുറച്ചൊന്ന് കളർ ചേഞ്ച് ആകണ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. നിങ്ങൾ അവനിൽ വെച്ച് ഫ്രൈ ചെയ്യാം. ഇത് അവനിൽ നമ്മുടെ അവൻ പ്രൂഫ് പാത്രത്തിൽ വെച്ച് കുറച്ച് ഓയിൽ അതിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ട് നിങ്ങൾ വെച്ചാൽ മതിയാകും. എളുപ്പത്തിലാകും. ഞാൻ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കാണിക്കുന്നത്. സാധാരണ ഞാൻ അവനിലാണ് ഇത് ഫ്രൈ ചെയ്യണത്. ഇപ്പം നമ്മുടെ സേമിയ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്, ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഹോട്ട് വാട്ടർ ഒഴിക്കാം. ഇത് ഒരു അളവൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ അളവ് പറയണമെങ്കിൽ 1 കപ്പ് സേമിയയ്ക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചാലും മതിയാകും. അതായത് നമുക്ക് ഊറ്റി കളയണതാണ്, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ചൂടായ വെള്ളം ഒഴിക്കണതാണ് നല്ലത്. ഇതിപ്പോൾ ഉടനെ തന്നെ ആകും. നമുക്ക് എളുപ്പം ഒരു 5 മിനിറ്റ്സ് മതിയാകും. നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ ഇത് നല്ല സ്റ്റിക്കി ആയിരിക്കണം. കുറേ കഴിയുമ്പോൾ ഇത് കുക്കാകുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആകും. അപ്പോൾ നിങ്ങൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചൊഴിച്ചാൽ മതിയാകും. നമുക്കിനി ഇത് അടച്ച് വെക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ അല്പം കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷെ കുറഞ്ഞു പോരുത്. അതായത് നമുക്കിത് ഊറ്റിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അല്പം നിങ്ങൾ മുകളിലായിട്ട് കൂടുതലായിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല. അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ ഇതിൽ എഗ്ഗ് ഇടാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം എഗ്ഗ് ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ സൈഡ് ഡിഷ് ഒന്നും വയ്ക്കാത്തതുകൊണ്ട് ഉപ്മാവിൽ തന്നെ എല്ലാം മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് മുട്ട എടുക്കാം, 1 2 എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് ഞാൻ നല്ലവണ്ണം അടിച്ച് കൊണ്ടുവന്ന് കാണിക്കാം. ഏകദേശം കുക്കായിട്ടുണ്ട്. ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ വെള്ളം താഴെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇനി ഓപ്പൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വെള്ളം ഇപ്പോൾ കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണത് ചൂടുവെള്ളം ഒഴിക്കുക. ഇപ്പോൾ കുക്കായിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇങ്ങനെ കൈകൊണ്ട് എടുത്ത് അങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണെങ്കിൽ പൊട്ടിപ്പോകണം. ഇതാണ് കണ്ട, കുക്കായിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊരു അരിപ്പയിലൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്നിൽ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ പോട്ട്. ഇത് നമുക്ക് ഒട്ടിപ്പിടിക്കത്തില്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തതുകൊണ്ടാണ്. ഓയിലില്ലാതെ ഫ്രൈ ചെയ്യേണ്ട. നിങ്ങൾ ഓയിലിൽ ഫ്രൈ ചെയ്താൽ തന്നെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വരും. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഫസ്റ്റിൽ തന്നെ ഞാൻ മറ്റേ എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കാൻ പോയാണ്. നിങ്ങൾ എഗ്ഗ് യൂസ് ചെയ്യാത്തവർ ഇതൊന്ന് സ്കിപ്പ് ചെയ്യുക. അത് എഗ്ഗിൽ അല്പം മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ചെറിയ കഷ്ണമാണെങ്കിൽ നേരത്തെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ കുറച്ച് വലിയ പീസാകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തത്. ഇനി മതി, നമുക്ക് എടുത്ത് മാറ്റാം. ഞാൻ സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്ക് കുറച്ച് കടുകിടാം. കുറച്ച് 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിടാം. അത് കുറച്ചൊന്ന് ഫ്രൈ ആകട്ടെ. അപ്പോൾ നിങ്ങളിതിലേക്ക് കാഷ്യൂനട്ട് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂനട്ട് ഇടാം. ഞാൻ കുറച്ച് പീനട്ട് ഇടുകയാണ്. പീനട്ട് എനിക്ക് ഫ്രൈ ചെയ്ത പീനട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉടനെ ഇടുകയാണ്. ആവശ്യത്തിന് ഇടാം. കുറച്ച് ഇടയ്ക്ക് കടിക്കാൻ വരുമ്പോൾ നന്നായിരിക്കും. ഞാൻ ഇതിന് കറികളൊന്നും യൂസ് ചെയ്യാറില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇടാം, കുറച്ച് ഇഞ്ചി ഇടാം. ഒന്ന് ഫ്രൈ ആയിട്ട് ഇതിലേക്ക് ഒരു ചെറിയ ഓണിയൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് നോക്കി പിന്നെ വേണമെങ്കിൽ ഇടാം. നല്ലപോലെ ഒന്ന് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല.
ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് ക്യാരറ്റ് ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് കോളിഫ്ലവർ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ ഞാൻ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ആ കളർ അങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് ബീൻസ് ഇടാം, ബീൻസ് അല്ലെങ്കിൽ പയറിടാം. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതുകൂടെ യൂസ് ചെയ്യാം. നമുക്ക് സോക്ക് ചെയ്തെടുക്കുന്ന ഗ്രീൻ പീസ് അല്ല, ഫ്രഷ് അല്ലെങ്കിൽ ഫ്രോസൺ അങ്ങനത്തെ ഗ്രീൻ പീസ് എടുക്കുക. ഇതൊന്ന് കുക്കാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം നമുക്ക്. നമ്മുടെ വെജിറ്റബിൾസ് ഞാൻ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ലൈറ്റായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്, ഫുൾ കംപ്ലീറ്റ് കുക്കായിട്ടില്ല, ലൈറ്റായിട്ടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ ഇടുന്നുണ്ട്. നിങ്ങൾ ടൊമാറ്റോ ഇട്ടില്ലെങ്കിൽ അവസാനം 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചാലും മതിയാകും. കുട്ടികൾക്ക് അത് കെച്ചപ്പിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടപ്പെടും, അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്താലും മതിയാകും. ഞാൻ ഇപ്പോൾ ഒരു ചെറിയ ടൊമാറ്റോ അല്ലെങ്കിൽ ഒരു ഹാഫ് ടൊമാറ്റോ ഇടുക, ഒരുപാട് ഇടണ്ട, പുളിയായി പോവും. ഇത് കുറച്ചുകൂടെ ഒന്ന് കുക്കായിട്ട്. നിങ്ങളിപ്പോൾ ഇത് ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണ് തോന്നണമെങ്കിൽ ഉപ്പിടുക. ഇപ്പോൾ വെജിറ്റബിൾസ് എനിക്ക് ആയിക്കഴിഞ്ഞ് ഇനി നമുക്ക് മസാല ആഡ് ചെയ്യാം. ഞാൻ ഇതിൽ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല, ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഇടുകയാണ്. നമുക്ക് അടുത്തിനി പെപ്പർ പൊടി ഇടാനുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിടുക, കൂടിപ്പോയാൽ പിന്നെ ബുദ്ധിമുട്ടാകും. ഇതുകൂടെ അതിൻ്റെ പച്ച സ്മെല്ലൊന്ന് പോട്ട് 1/2 ടീസ്പൂൺ പെപ്പർ പൊടി ഇടുകയാണ്. നിങ്ങൾക്ക് പെപ്പറിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടേക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലകൾ. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഒന്ന് ആഡ് ചെയ്യാം. നിങ്ങൾ സേമിയ നേരത്തെ കുക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്ന് ഇങ്ങനെ വാടിയത് കഴിഞ്ഞിട്ട് ഇതിൽ നിങ്ങൾ, അതായത് 1 കപ്പ് സേമിയയ്ക്ക് 2 കപ്പ് വെള്ളം വെച്ച് നിങ്ങൾ ഇതിൽ ഒഴിച്ച് കുക്ക് ചെയ്താലും മതിയാകും. അപ്പോൾ എൻ്റെ സേമിയ സെപ്പറേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ഇതിൽ ഒരു ടിപ്പ് കൂടെ പറയാനുണ്ട്. അതായത് നിങ്ങൾ സേമിയ കുക്ക് ചെയ്ത് വച്ചിട്ട് ഇതുപോലെ നെറ്റിലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് പച്ചവെള്ളം നമ്മുടെ പൈപ്പിൻ്റെ താഴെ ഒന്ന് പിടിച്ചു കൊടുക്കാം. അപ്പോഴാണെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒട്ടാതെ അങ്ങ് വരും. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് ചെയ്യണത്. കുക്ക് ചെയ്ത് അരിപ്പയിൽ മാറ്റിയിട്ട് അതിൻ്റെ പുറത്തൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി ഒരു പണിയില്ല, നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇതിലിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം എളുപ്പത്തിൽ കുക്കായി കഴിയും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ വെജിറ്റബിൾസ് ഒരുപാട് സമയം കൊടുത്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൽ തന്നെ കുക്ക് ചെയ്യണ വെള്ളം ഒഴിച്ചിട്ട് സേമിയയും കൂടെ ഇട്ടിട്ട് അങ്ങനെ അടച്ചു വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിൽ പണി കഴിയും. എനിക്ക് അങ്ങനെ വയ്ക്കണത് ഇഷ്ടമില്ല. അതിൽ തന്നെ കുക്ക് ചെയ്ത് സേമിയയുടെ ആ വെള്ളത്തോടുകൂടെ യൂസ് ചെയ്യണത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ട് ഊറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ അതുപോലെ ചെയ്യാം. നിങ്ങൾ ഉപ്പ് നോക്കുക, എനിക്കിപ്പോൾ അല്പം ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്യാണ്. ഇതെല്ലാം ഓക്കെ കുക്കായിട്ടുണ്ട്, മിക്സ് ആയിട്ട്. ഇതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീഫ് ഇടുകയാണ്. കൂടെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന എഗ്ഗ്, ഫ്രൈ ചെയ്തിട്ടുള്ള എഗ്ഗ്. ഇത് ഓപ്ഷണലാണ്, വെജിറ്റേറിയൻകാർ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇടുക, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പ് കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഇടാറുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കാൻ പോകണം. ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ഒഴിക്കാം. നിങ്ങൾ നോക്കുക, പുളി നോക്കി ഒഴിക്കുക. ഇപ്പോൾ ഒരുപാട് എമൗണ്ട് ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. ഇത്രയ്ക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചെടുത്തുണ്ടാക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഞാൻ ഈ സെർവിങ് പ്ലേറ്റിലോട്ട് വെച്ച് കാണിക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്മാവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാം നിങ്ങൾക്ക്. ഇതിൽ ഞാൻ ഇപ്പോൾ എഗ്ഗ് ഇട്ടിട്ടുണ്ട്. നോൺ വെജ് കഴിക്കണവർ ചിക്കൻ വേണമെങ്കിൽ ഇടാം, മീറ്റ് പീസുകൾ ഇടാം, എഗ്ഗ് ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. ഇങ്ങനെ തന്നെ പ്ലെയിനായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് മസാലകൾ ഇട്ടിട്ടുണ്ട്. വെജുകാർക്ക് ഇത് അവോയ്ഡ് ചെയ്തിട്ട് ചുമ്മാ പ്ലെയിനായിട്ട് കഴിക്കാം. നിങ്ങൾക്ക് ഇതിന് ഒരു എക്സ്ട്രാ ആയിട്ട് സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഞാൻ ഇതിലൊരു ലെമൺ ഒഴിച്ചിട്ടുണ്ട്, ലാസ്റ്റിൽ നിങ്ങൾ ഒഴിക്കുക. അപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് കിട്ടും. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ലെമൺ ഒഴിച്ചാലും മതിയാകും കഴിക്കാൻ നേരത്ത്. അപ്പോൾ ഇതുപോലെ കുക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒട്ടാതെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓരോ സേമിയയും നിങ്ങൾ കണ്ടായിരുന്നു, സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എളുപ്പത്തിൽ, കുറച്ചുകൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഈ വെജിറ്റബിൾസ്, ആവശ്യമുള്ള വെജിറ്റബിൾസ് എടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും ഇപ്പം തക്കാളിയും ഉള്ളിയും മാത്രവും മതിയാകും. അപ്പോൾ വെജിറ്റബിൾസ് ഒന്ന് ലൈറ്റായിട്ട് സോട്ടായിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്ത സേമിയ ആയിരിക്കണം. ഫ്രൈ ചെയ്ത സേമിയ ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് ലൈറ്റായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് റവ ഉപ്മാവൊക്കെ ഉണ്ടാക്കണത് പോലെ തന്നെ ലൈറ്റായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് 1 കപ്പിന് 2 കപ്പ് വെള്ളം വെച്ച് ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതിയാകും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 5-10 മിനിറ്റിൽ അത്
കുക്കായി കിട്ടും. എനിക്കങ്ങനെ സേമിയയുടെ വെള്ളത്തോടെ കൂടെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ടത്. അതുകൊണ്ടാണ് കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ടുള്ളത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് വെജിറ്റബിൾസ് സോട്ടാകണവരെ അത് കുക്കാകണവരെ വെയിറ്റ് ചെയ്ത്. നിങ്ങളങ്ങനെ ചേർത്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വെജിറ്റബിൾസ് ആ വെള്ളത്തിൽ തന്നെ കിടന്ന് വെന്തോളും. അപ്പോൾ അങ്ങനെ ചെയ്യണവർ അങ്ങനെ ചെയ്യാം, എളുപ്പത്തിലാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബെൽ ബട്ടണും ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്